ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുകയാണെങ്കിലും അത് RRB ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, അതിനെല്ലാം വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് GK അഥവാ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്, അല്ലേ? ഒരുപാട് വാസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്റ്റുകൾ മഗ്ഗപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന, പല കുട്ടികൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, വളരെയധികം മടി തോന്നിക്കുന്ന ഒരു വിഷയം കൂടെയാണ് GK എന്ന് പറയുന്നത്. അപ്പോൾ GK ഇനി എളുപ്പത്തിൽ മാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു GK മാസ്റ്റർ ബാച്ച് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ഈ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഈ നമ്പറിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ കോഴ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകളാണ് ഞാൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ദിവസത്തെ വാലിഡിറ്റിയിലാണ് നമ്മൾ ഈ GK ബാച്ചിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ബാച്ചിന് 500 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. 500 ദിവസത്തെ വാലിഡിറ്റിയിൽ GKയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കിടിലൻ കോഴ്സാണ്. ഞാൻ അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്കൽറ്റീസാണ്, നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ഇവരുടെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്, GK പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ. ഓക്കെ, ഇനി ഞാൻ ഇന്ന് പ്രധാനമായിട്ടും ഈ കോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന GK പഠിക്കേണ്ടി വരുന്നത്, അതുപോലെ തന്നെ ഈ GK പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനകത്ത് തന്നെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സും എന്തുകൊണ്ട് ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾ വാങ്ങിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കുന്നത്. അതിൽ എന്തുകൊണ്ട് GK എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഇതിൽ കൂടുതലോ എനിക്കൊന്നും പറയാനില്ല, ഈ ടേബിൾ തന്നെ അത് എല്ലാം പറയുന്നുണ്ട്. RRB എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ടയർ 1-ന് 40 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40%. 40 മാർക്ക് എന്ന് പറഞ്ഞാൽ 100-ൽ 40 മാർക്ക്. CBT 2-നാണെന്നുണ്ടെങ്കിൽ 120-ൽ എത്ര മാർക്കാണ്? 50 മാർക്ക്. അത്ര തന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ കേസിലും 100-ൽ 40 മാർക്കും 120-ൽ 50 മാർക്കുമാണ് എന്തിനുള്ളത്, GK എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയത്തിനകത്തുള്ളൂ. RPF SIക്ക് 50 മാർക്ക്, RPF കോൺസ്റ്റബിളിന് 50 മാർക്ക്. എത്രയിൽ? 120-ൽ. ഗ്രൂപ്പ് ഡിക്ക് 100-ൽ 20 മാർക്ക്. RRB JEക്ക് എത്ര മാർക്കാണ് വരുന്നത്? 100-ൽ 15 മാർക്കാണ് ടയർ 1-ന് വരുന്നത്. നോൺ ടെക്നിക്കൽ ഭാഗത്തിൽ 15 മാർക്കാണ് ഇവിടെ വരുന്നത്, ടയർ 2-ൽ വരുന്നത്. നോൺ ടെക്നിക്കലിൻ്റെ ഭാഗമാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്. അപ്പുറത്തെ 100 മാർക്കിൻ്റെ ടെക്നിക്കൽ കൂടെ ഉണ്ട്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1-ന് 100-ൽ 10 മാർക്കോളം എന്തിനാണ്? കാരണം ഈ പറയുന്ന GKക്കാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3-ക്ക് 100-ൽ 10 മാർക്ക് എന്തിനാണ്? GKക്കാണ്. ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് 100-ൽ 10 മാർക്ക് GKക്കാണ്. ഇത്തരത്തിൽ RRB കണ്ടക്ട് ചെയ്യുന്ന ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എല്ലാം നിങ്ങൾക്ക് GK പഠിക്കാനുണ്ട്. ഇത് റാങ്ക് ഡിസൈഡിങ് ആണ്. ഇതിൽ കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും. ഇതിൽ കിട്ടുന്ന മാർക്ക് നിങ്ങൾ സർവീസിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സ് ഇറക്കിയിരിക്കുന്നത്. പല കുട്ടികളും നമ്മളെ അടുത്ത് ഒരുപാട് നാളായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഇനി ഇത് GK മറ്റ് എക്സാംസിൻ്റെ അവസ്ഥയാണ്. SSC CGL-ന് 50 മാർക്ക്, ഞാൻ മാർക്കാണ് എഴുതിയിരിക്കുന്നത്. 50 മാർക്കാണ് CGL-ന് ടയർ 1-നുള്ളത്. 25 ചോദ്യം 2 മാർക്ക് വീതം 50 മാർക്കാണുള്ളത്. ടയർ 2-ന് 75 മാർക്കാണുള്ളത്. CHSL-ന് 50-ഉം 60 മാർക്കുകൾ വീതമാണുള്ളത്, അല്ലേ? ഇനി IBക്ക് 40 മാർക്കിന് GK ഉണ്ട്. കേരള PSC ഡിഗ്രി പ്രിലിംസിന് 50 മാർക്ക്. ബാക്കി 50 മാർക്ക് എന്താണ് വരുന്നത്? മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ഇംഗ്ലീഷും മലയാളം വരുന്നുണ്ട്, അല്ലേ? ബാക്കിയുള്ള 50 മാർക്കിൽ GK ആണ്. GK എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? കേരള ഹിസ്റ്ററി, കേരള PSC, കേരള എക്കോണമി, അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും അടങ്ങുന്ന 50 മാർക്കാണ് എവിടെ വരുന്നത്? കേരള PSCയിൽ വരുന്നത്. കേരള PSCയുടെ മെയിൻസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ കംപ്ലീറ്റ് എന്ത് വരും? ഈ പറഞ്ഞ പോലെ GK 70% GK വരുന്ന ഒരു പേപ്പർ ഉണ്ടായിരിക്കും. സെക്കൻഡ് പേപ്പർ സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. അത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ അതനുസരിച്ച് എന്ത് ചെയ്യും? ഈ സെക്കൻഡ് മെയിൻസ് എന്ന് പറയുന്ന ഭാഗം വേരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കേരള PSCയുടെ അവസ്ഥ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ പരീക്ഷയിലും എന്തുണ്ട്? GK ഉണ്ട്. അപ്പോൾ GK എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അത് പഠിക്കാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് GKക്ക് വേണ്ടി മാത്രമായിട്ട് ഈ പറയുന്ന എല്ലാ എക്സാംസിനും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള നമ്മുടെ GK ക്ലാസ്സുകൾ നമ്മളൊരു കോഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് GK എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ 500 ദിവസത്തെ വാലിഡിറ്റിയുടെ കോഴ്സിനകത്ത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൺസെപ്റ്റ് ക്ലാസ്സുകൾ തരുന്നുണ്ടായിരിക്കും.
കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലാബറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ NTPC ഡ്രീം ബാച്ചിനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്കും ഒക്കെ അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് പലരും കണ്ടു കാണായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അത് ഏതിനൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. പൊളിറ്റിക് ഉണ്ടായിരിക്കും, ജോഗ്രഫിക് ഉണ്ടായിരിക്കും, ഹിസ്റ്ററി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് GK, ജനറൽ സയൻസ്, ഈ പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും അത് SSC, RRB, കേരള PSC തുടങ്ങിയുള്ള എക്സാംസിൻ്റെയൊക്കെ മുൻകാല ചോദ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് NCERT ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ GK ക്ലാസ്സിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കേരള PSC എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത്. കേരള PSC എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററിയോ കേരള ജോഗ്രഫിയോ കേരള എക്കണോമിക്സോ നമ്മൾ കവർ ചെയ്യുന്നില്ല. നമ്മൾ ഈ പറയുന്ന SSCക്കും RRBക്കും വേണ്ടിയിട്ടുള്ള GK ആണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. പക്ഷേ ആ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ എക്കോണമി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കവറാവും. മാത്രമല്ല സ്ട്രാറ്റജിക്ക് കവറായി കിട്ടും, സയൻസും കവറായി കിട്ടും. ഓക്കെ, ഇനി കൺസോളിഡേറ്റഡ് ക്ലാസ്സസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലാസ്സസ് ബേസ് ചെയ്തിരിക്കുന്ന NCERT അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. കൺസോളിഡേറ്റഡ് ക്ലാസ്സസ് എന്താണ്? ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് അവേഴ്സ് എന്ന് പറയുന്നത് 150-ൽ പരം കൺസെപ്റ്റ് ക്ലാസ്സിൻ്റെ അവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 3 പാർട്ടുകൾ നിങ്ങൾ കണ്ടു തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ആ 3 ഭാഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ആ 3 ഭാഗങ്ങളെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള കൊച്ചു റിവിഷൻ ക്യാപ്സ്യൂളുകൾ അടങ്ങുന്ന ക്ലാസ്സസ് ആണ് ഈ കൺസോളിഡേറ്റഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇത് ക്വിക്ക് ആൻഡ് ഇഫക്റ്റീവ് റിവിഷൻസിന് വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ റിവിഷൻ സീരീസ് നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പോകുന്ന കുട്ടികൾക്ക് അറിയാം. അത് തന്നെ എത്രത്തോളം കാര്യമായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിവിഷൻ സീരീസ് തന്നെ മോർ ദാൻ ഇനഫ് ആണ് ഒരുവിധം പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കൺസെപ്റ്റ് ക്ലാസ്സും റിവിഷൻ സീരീസും കൂടെ ആകുമ്പോൾ GKയുടെ ഒട്ടുമിക്ക ഭാഗങ്ങൾ നിങ്ങളുടെ കവറായി പോകും. ഓക്കെ, ഇനി നമ്മളിതിന് വേണ്ടി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് വീക്കിലി ബേസിസിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, മന്ത്ലി ബേസിസിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആൻഡ് സ്മാർട്ട് ഷോർട്ട് കമ്പൈലേഷൻസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ് ഈ സ്മാർട്ട് ഷോർട്ട് കമ്പൈലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ 15-16 ടോപ്പിക്കുകളായിട്ട് കറണ്ട് അഫയേഴ്സിനെ ഡിവൈഡ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അപ്പോയിൻമെൻറ്റ്സ്, സ്കീംസ്, സ്പോർട്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, അല്ലെങ്കിൽ ആ രീതിയിൽ 10-16 ടോപ്പിക്കുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ 16 ഹെഡുകളുടെ കീഴിൽ ഒരു വർഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് അത്രയും കമ്പൈലേഷൻസ് ആക്കി മാറ്റും. കാരണം ആ ഒരു 16 ഹെഡുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ RRBക്കോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനോ കൂടുതലും ചോദിച്ച് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിലുള്ള കമ്പൈലേഷൻസ് ഉണ്ടായിരിക്കും. വീക്കിലി മന്ത്ലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. മന്ത്ലി PDFകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. അതും ഈ GK ബാച്ചിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആൻഡ് ടെസ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ എക്സാം അറിഞ്ഞ് എക്സാമിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ടോപ്പിക് ടെസ്റ്റുകൾ, സബ്ജക്റ്റ് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റ്, മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ടോപ്പിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട്, അതിനകത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇതെന്താണ്? ഇതൊരു ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് നമ്മൾ ടോപ്പിക് ടെസ്റ്റ് എന്ന് പറയുന്നു. സബ്ജക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ വിളിക്കുന്നത്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? GKയെ മൊത്തമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്, GK നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ NTPCക്ക് ആണെന്നുണ്ടെങ്കിൽ 40 മാർക്ക് അല്ലേ, CBT 1-ന് 50 മാർക്ക് CBT 2-ന്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലുള്ള ടെസ്റ്റുകൾ. മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഹിസ്റ്ററിയും പൊളിറ്റിയും കൂടെ ചേർത്തുള്ള ടെസ്റ്റുകൾ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ പിന്നീട് നമ്മുടെ കോഴ്സ് 500 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ ഈ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ നമുക്കറിയാം. ഇപ്പോൾ NTPC CBT 1 കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ലെവൽ, CBT 2 കഴിഞ്ഞു, CBT 1 അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും കഴിഞ്ഞു. ഇനി CBT 2 വരുന്നുണ്ട് ഈ പറഞ്ഞ ഒക്ടോബർ 13-ന്. അത് കഴിയുമ്പോഴേക്കും CBT 2 അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ വരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻസിനെ എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ഓൺ ആയിട്ട് PYQ സീരീസ് ആയിട്ട് ഈ ക്ലാസ്സിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. NCERT സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, NCERT ഡീകോഡിങ് NCERT സീരീസ് നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടു കാണായിരിക്കും. അപ്പോൾ ആ സീരീസിൻ്റെ ഭാഗമായിട്ട് NCERTയുടെ ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് വെച്ചിട്ട് അതെങ്ങനെ പഠിക്കണം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്താണ്, അതിൻ്റെ നോട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സീരീസിൽ ആഡ് ഓൺ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ക്യൂ കാർഡുകൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ക്യൂ കാർഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ചാനൽ അവയർനെസ്സിൽ. ഷോർട്ട് നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ
ഈ കോഴ്സ് ഫീച്ചേഴ്സും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ട് കാണാനായിട്ട് പറ്റും. എത്ര ക്വാളിറ്റിയുള്ള നോട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? റിവിഷൻ സീരീസിൻ്റെ നോട്ടല്ല ഞാൻ പറയുന്നത്. റിവിഷൻ സീരീസിൻ്റെ നോട്ട് തന്നെ നിങ്ങൾ കണ്ടു കാണിരിക്കും. നമ്മൾ ക്ലാസ് എടുക്കുന്ന PPT നിങ്ങൾ കണ്ടു കാണിരിക്കും. അതാണ് നമ്മൾ റിവിഷൻ സീരീസിന് കൊടുക്കുന്നത് അല്ലേ. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് അതുമല്ല. അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടുള്ള, എലാബറേറ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന, എക്സാമിനേഷന് ഭയങ്കരമായി ആയിട്ട് യൂസ്ഫുൾ ആവുന്ന നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തിൻ്റെ ഭാഗമായിട്ട്? ഈ GK മാസ്റ്റർ ബാച്ചിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിൽ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലായി. അപ്പോൾ ഇത്രയും കോഴ്സുകൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോഴ്സിനകത്തുണ്ട്. ഇനി എന്തുകൊണ്ട് ഞങ്ങളുടെ കോഴ്സ് വേണം? ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ 27-ാം തീയതി, സെപ്റ്റംബർ 27-ാം തീയതി കണ്ടക്ട് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ 1-ലെ ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യമാണ് ഷിഫ്റ്റ് എയിൽ. ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ അസേർഷൻ റീസൺ ടൈപ്പും ഇതിനകത്ത് കൊടുത്തുള്ള ഈ ഡേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നമ്മുടെ NTPC സൂപ്പർ റിവിഷൻ സീരീസിന് വേണ്ടി ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്നിപ്പ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു 2 സ്ലൈഡ് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ച്വൽ ആൻസർ മനസ്സിലാവുള്ളൂ. എനിവേ ഈ സംഭവം നമ്മുടെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? റിവിഷൻ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിനെ നമ്മൾ ക്രോഡീകരിച്ച് കൊടുത്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ചോദ്യം മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കാണിക്കുന്നില്ല. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്, പ്രിയാമ്പിളിനെ ബേസ് ചെയ്തിട്ട്. ഇത് ഞാൻ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതല്ലാതെ ഒരു കുട്ടി നമ്മുടെ റിവിഷൻ സീരീസിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിലനോയുടെ ചോദ്യം, ക്യാപ്റ്റൻ ഡിലനോയ്, വലിയ കപ്പിത്താൻ. ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ള റിവിഷൻ സീരീസിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ആ ചോദ്യം എന്തുണ്ടായിരുന്നു? സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആർട്ടിക്കിൾ 105 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലേ. സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അറിയാം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പോലും എക്സാംസിന് എളുപ്പമാക്കുന്ന അല്ലെങ്കിൽ അതിന് പോലും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രമല്ല, KS പരീക്ഷയുടെ പേപ്പർ 1-ൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ജൂനഗഡ് ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. സംശയമുള്ളവർക്ക് നോക്കി പോകാവുന്നതാണ്. KS പരീക്ഷ നടന്നിട്ടുള്ള ഡേറ്റ് നോക്കുക. അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള NTPC സൂപ്പർ റിവിഷൻ സീരീസിനകത്ത് നമ്മുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ ജൂനഗഡ് ഇൻസ്ക്രിപ്ഷനെ പറ്റിയിട്ടും രുദ്രമനെ പറ്റിയിട്ടും ഈ പറഞ്ഞിട്ടുള്ള ശതവാഹനാസിനെ പറ്റിയിട്ടും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നുള്ള എല്ലാ രാജവംശങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കേരള PSC പോലുള്ള പരീക്ഷകൾക്ക്, SSC പരീക്ഷകൾക്ക്, അതുപോലെ തന്നെ RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകൾക്കെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന ഈ GKയുടെ ക്ലാസ്സുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് വിത്ത് എവിഡൻസ് എനിക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ GK കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. കേരള PSC മാത്രമല്ല, RRB, NTPC, CBT 1-ന് ചോദിച്ച ചോദ്യങ്ങൾ 2.5 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ, ചോദ്യങ്ങൾ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം ചോദ്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്നും NTPC CBT 1-ന് വേണ്ടി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അതിനകത്ത് വിത്ത് എവിഡൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. വിത്ത് സ്നിപ്പ് നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിപ്പിച്ച സ്ലൈഡ് എല്ലാം അടക്കം ഞാൻ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് എല്ലാം കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതെല്ലാം ഓപ്പണായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ റിവിഷൻ സീരീസിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമോ ഇല്ല എന്നുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ തന്നെ കാണുക, വീഡിയോസ് കണ്ടു നോക്കിയതിന് ശേഷം വിലയിരുത്തുക. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3000 രൂപയാണ് ഫീ വരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോഴ്സിൻ്റെ ഫീച്ചേഴ്സും കോഴ്സിൻ്റെ വാലിഡിറ്റിയും അടങ്ങുന്ന പോസ്റ്ററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ പറയുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകാം. അപ്പോൾ ഇനി വരുന്ന എല്ലാ RRB പരീക്ഷകളും, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം പരീക്ഷകളും നമുക്ക് ഒന്നിച്ച് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഈ വർഷം തന്നെ അല്ലെങ്കിൽ ഈ വരുന്ന വർഷങ്ങളിൽ തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.